ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ഏഗൻ ലേണിംഗ്. മക്കളെ, നിങ്ങൾക്ക് 8ാം ക്ലാസ് മാത്സിലെ ആദ്യത്തെ 2 ചാപ്റ്ററിൽ നിന്ന് എക്സാമിന് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എങ്ങനെയൊക്കെയാണ് ഈ ചാപ്റ്ററിന് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ നല്ലതുപോലെ പിടിച്ചോ. നല്ല ക്വസ്റ്റ്യൻസ് ഒന്നൊന്നായിട്ട് നമുക്ക് നോക്കാം. ഒരു 5 ചോദ്യം നമുക്ക് ഇപ്പം പെട്ടെന്ന് അങ്ങോട്ട് പഠിച്ചാലാം. റെഡി? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, സം ഓഫ് 3 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് ഈസ് 15. വാട്ട് ആർ ദ നമ്പേഴ്സ്? അടുത്തടുത്ത 3 എണ്ണൽ സംഖ്യകളുടെ തുക 15 ആണ്. സംഖ്യകൾ ഏതൊക്കെ? ഏത് ചാപ്റ്ററിലെ ക്വസ്റ്റ്യനാ? നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിലെ ചോദ്യമാണല്ലേ. ഇക്വേഷൻസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ നിങ്ങൾ പഠിച്ചിട്ടില്ലേ, സമവാക്യങ്ങൾ, അതിലെ ചോദ്യമാണ്. നമുക്ക് നോക്കാം. അടുത്തടുത്ത 3 എണ്ണൽ സംഖ്യകളുടെ തുകയാണ് 15. അപ്പൊ നമ്മൾ ഇത് എങ്ങനെയാ സ്റ്റാർട്ട് ചെയ്യുക? 3 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പർ. ഒരു നമ്പർ നമുക്ക് ഒരു എക്സ് ആക്കി ഇങ്ങനെ എടുത്താലോ? ഇതല്ലേ നമ്മളെ മെയിൻ പരിപാടി. ഒരാളെ നമ്മൾ എക്സ് ആക്കി എടുക്കുകയാണെങ്കിൽ തൊട്ടടുത്ത ആള് രണ്ടാമത്തെ നമ്പർ, തൊട്ടടുത്ത നമ്പർ എങ്ങനെയാ കിട്ടുക? ഒരു നമ്പറിന് അടുത്ത നമ്പറിലേക്ക് പോകാൻ എന്താ ചെയ്യേണ്ടത്? ഒരു 1 പ്ലസ് ചെയ്താൽ പോരെ. 1, 2, 3, 4 ഇങ്ങനെയല്ലേ നമുക്ക് നാച്ചുറൽ നമ്പേഴ്സ് വരിക. ഒരാളിന് അടുത്ത ആളിലേക്ക് പോകാൻ നമ്മൾ പ്ലസ് ഒരു 1 ചെയ്താൽ മതി. അപ്പൊ എക്സ് പ്ലസ് 1 ചെയ്താൽ നിങ്ങൾക്ക് തൊട്ടടുത്ത നമ്പർ ആയിട്ട് മാറി. ഇനി അതിന്റെ അടുത്ത നമ്പർ കിട്ടണമെങ്കിലോ ഇതിനോടൊരു 1 കൂട്ടിയാൽ മതി. എക്സ് പ്ലസ് 1നോട് ഒരു 1 കൂടെ ചേർത്താൽ നമുക്കത് എന്താവും? എക്സ് പ്ലസ് 2 ആയിട്ട് മാറും. അപ്പൊ ഇവന്മാര് 3 ആണ് നമ്മുടെ അടുത്തടുത്തുള്ള 3 എണ്ണൽ സംഖ്യകൾ എന്ന് പറയുന്നത്. ഇങ്ങനെ നമ്മൾ എടുത്തു. റെഡി? ഇനി ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ 15 കിട്ടുമെന്നാണ് പറയുന്നത്. നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം. എക്സ് പ്ലസ് 1 പ്ലസ് എക്സ് പ്ലസ് 2 ഇത്രയും ചെയ്താൽ 15 ആണെന്നാ പറയുന്നത്. റെഡി? ആഡ് ചെയ്തോ. എക്സ് പ്ലസ് എക്സ് 2x, ഒരു എക്സും കൂടെ അതാ അവിടെ. അപ്പൊ എല്ലാം കൂടെ എത്ര എക്സ് ആയി? എല്ലാം കൂടെ 3x ആണ് നമ്മുടെ കയ്യിലുള്ളത്. ഇനി നമ്പേഴ്സ് നോക്കണേ. നമ്പേഴ്സ് നോക്കുന്ന സമയത്ത് ഇവിടെ ഒരു 1 ഉണ്ട്, അതേപോലെ ഇവിടെ ഒരു 2 ഉണ്ട്. അപ്പൊ +1 +2 +1 +2 എന്നാ പിന്നെ ഒരുമിച്ച് +3 എന്ന് പറഞ്ഞാൽ പോരെ. +3 എന്ന് എഴുതി. ഈക്വൽ 15. ഇനി നിങ്ങൾക്ക് ആൻസർ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. എക്സിന്റെ വാല്യൂ കിട്ടിയാൽ നമുക്ക് വേണ്ട ഓരോ പോയിന്റും നമുക്ക് കണ്ടുപിടിക്കാം. മക്കളെ നോക്കിക്കോണേ. 3x +3 നമ്മൾ അത് അങ്ങ് മൈനസ് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് എടുക്കട്ടെ. രണ്ട് ഭാഗത്തും 3 മൈനസ് ചെയ്യാണ് നമ്മുടെ പരിപാടി. എന്നാൽ നമ്മൾ ചെയ്യാനുള്ള എളുപ്പത്തിന് നമ്മൾ ഈ +3യെ ഇങ്ങോട്ടേക്ക് എടുക്കുന്ന പോലെ ചെയ്താൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്തുകൂടെ മക്കളെ? 15, 3 അങ്ങോട്ടേക്ക് പോയാൽ -3, 15 - 3 എത്രയാ? 12 എന്ന് കിട്ടി. 3x നമുക്ക് 12 ആണെങ്കിൽ എക്സിന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ എന്താ? 3 × x ആണ് 12. അപ്പൊ ഇൻറ്റു എക്സ് നമ്മൾ നേരെ റിവേഴ്സ് ഓപ്പോസിറ്റ് ചെയ്താൽ മതി. എന്താ ചെയ്യേണ്ടത്? ഡിവിഷൻ ആക്കിയാൽ മതി. മൾട്ടിപ്ലിക്കേഷന് പകരം അല്ലേ. 12നെ ഡിവൈഡഡ് ബൈ 3 ചെയ്താൽ നമുക്ക് ആ ആൻസർ 4 ആണെന്ന് കിട്ടും. ഇപ്പൊ കിട്ടിയത് എക്സിന്റെ വാല്യൂ ആണ് 4. നമ്മുടെ നമ്പേഴ്സ് ഏതൊക്കെയാന്നല്ലേ ചോദ്യം. നമ്പേഴ്സ് ഏതൊക്കെയാ? എക്സും ഉണ്ട്, x+1 ഉണ്ട്, x+2 ഉണ്ട്. ഇങ്ങനെ 3 ആളുകളുണ്ട്. അപ്പൊ നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കിയാൽ ആൻസർ ഓരോന്നോരോന്ന് എഴുതി വെക്കാം. നമ്മുടെ നമ്പേഴ്സ് ഏതൊക്കെയാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞ നമ്പേഴ്സ്. ഒരെണ്ണം 4. അപ്പൊ x+1 എന്ന് പറഞ്ഞാൽ 4+1, അടുത്ത ആള് 5, തൊട്ടടുത്ത ആള് 6. റെഡി? ഒന്ന് ആഡ് ചെയ്ത് നോക്കിക്കേ 15 ഉണ്ടോന്ന്. 6 + 5 11, 11 + 4 15. കറക്റ്റ് ആണ്. അപ്പൊ നമ്മൾ ചെയ്തത് ഓക്കെയാണ്. അടുത്തേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്നാണ്. എത്രയോ തവണ എക്സാമിന് ചോദിച്ചൊരു ചോദ്യം. ഈ ഒരു ടോപ്പിക്കും ഈ ഭാഗത്തു നിന്ന് വരുന്ന ചോദ്യങ്ങളും ഒരുപാട് തവണ. ഐസോസിലസ് ട്രയാങ്കിൾ ഓർത്ത് വെച്ചോ. ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദ ഫിഗർ, ഐസോസിലസ് ട്രയാങ്കിൾ മലയാളം അറിയില്ലേ? സമപാർശ്വ ത്രികോണം കേട്ടോ. ഇൻ ദ ഫിഗർ PQ = PR. രണ്ട് വശങ്ങൾക്ക് ഒരേ വലുപ്പമാണ്. ഞാൻ മാർക്ക് ചെയ്ത് വെക്കാം. PQവിനും PRനും ഒരേ ലെങ്ത് ആണ്. Two sides are equal. Therefore, it's an isosceles triangle. Okay. Angle Q 40 degree ആണ്. What is the measure of angle R? ഈ ആംഗിൾ ആറിന്റെ മെഷർ എത്രയെന്നാണ് ഒന്നാമത്തെ ചോദ്യം. നമുക്കറിയില്ലേ, ഈക്വൽ സൈഡുകൾക്ക് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് സെയിം ആയിരിക്കും അല്ലേ. ഐസോസിലസ് ട്രയാങ്കിൾ എടുത്താൽ സമപാർശ്വ ത്രികോണങ്ങളുടെ തുല്യമായ വശങ്ങൾക്ക് എതിരെ വരുന്ന കോണുകൾ തുല്യം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉള്ള PR-ന്റെ എതിരെ 40 ഡിഗ്രി ഉണ്ടെങ്കിൽ ഇതിന്റെ PQവിന്റെ എതിരെയും 40 ഡിഗ്രി തന്നെയാണ് ആൻസർ. ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം കിട്ടി. 40 ഡിഗ്രി തന്നെയാണ് അത് ആൻസർ വരേണ്ടത്. രണ്ടാമത്തത് കോൺ P കണ്ടുപിടിക്കാനാ പറഞ്ഞു. ഇത് 40 ഡിഗ്രി കിട്ടി. ഇനി കോൺ P കിട്ടണ്ടേ? കോൺ P നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഒരു ത്രികോണത്തിലെ 3 കോണും കൂടെ കൂട്ടിയാൽ 180 ഡിഗ്രി എന്ന് അറിയാത്ത ആരും ഉണ്ടാവില്ലല്ലോ. അപ്പൊ 3 കൂടെ 180. രണ്ടെണ്ണം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതാ കിടക്കുന്ന. ഒരെണ്ണം 40, ഒരെണ്ണം നമ്മൾ കണ്ടുപിടിച്ച 40. 40ഉം 40ഉം കൂടെ എത്രയായി? 80. ആകെയുള്ള 180. അതിൽ നിന്ന് 80 അങ്ങോട്ട് കുറച്ചാൽ പോരെ. 180 ഡിഗ്രി മൈനസ് ഈ 40 ഡിഗ്രി പ്ലസ് 40 ഡിഗ്രി എല്ലാം കൂടെ ആൻസർ 180 ന്ന് 80 മൈനസ് ചെയ്തിട്ട് 100 ഡിഗ്രി നമുക്ക് ആൻസർ കിട്ടും. 100 ഡിഗ്രി. സിമ്പിൾ അല്ലേ? അപ്പൊ ഇത് മറക്കണ്ട. ഈ ചാപ്റ്ററിന് ഒരുപാട് തവണ ചോദിച്ചതാണ്. മറക്കരുത്. ഐസോസിലസ് ട്രയാങ്കിളിന്റെ ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും പ്രതീക്ഷിച്ചോണേ.
ഓക്കെ, നെക്സ്റ്റ് വൺ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോയി നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ അഗൈൻ നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിനാണ് ഒരു ക്വസ്റ്റ്യൻ വീണ്ടും വന്നിരിക്കുന്നു. ട്വൈസ് എ നമ്പർ സബ്ട്രാക്റ്റഡ് ഫ്രം 5 times of the same number gives 12. Then write the algebraic form of the statement. ബീജഗണിത രൂപത്തിൽ എഴുതണം. ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ട് ഒരു സംഖ്യയുടെ 5 മടങ്ങിൽ നിന്ന് അതേ സംഖ്യയുടെ 2 മടങ്ങ് കുറച്ചപ്പോൾ 12 കിട്ടും. ഇതിന്റെ ബീജഗണിത രൂപം എഴുതാനാ പറഞ്ഞേ. നമുക്ക് എന്തായാലും ആ നമ്പറിലെ നമ്മുടെ സംഖ്യ നമുക്ക് ഒരു എക്സ് ആക്കി അങ്ങ് തുടങ്ങാം. നമ്പർ ഈക്വൽ എക്സ് ആക്കി എടുത്തു. ഇനി അവർ പറഞ്ഞ കഥ നല്ലതുപോലെ വായിച്ചാൽ നിങ്ങൾക്ക് തന്നെ സ്റ്റേറ്റ്മെന്റ് എഴുതാൻ പറ്റും. എന്താ പറഞ്ഞേ? ഒരു സംഖ്യയുടെ 5 മടങ്ങിൽ നിന്ന് അതേ സംഖ്യയുടെ 2 മടങ്ങ് കുറയ്ക്കണം. 5 ടൈംസിൽ നിന്ന് 2 ടൈംസ് മൈനസ് ചെയ്യണം. നമ്പർ എക്സ് ആണെങ്കിൽ അതിന്റെ 5 ടൈംസ് എന്ന് പറഞ്ഞാൽ 5x ആണ്. എ ക്വസ്റ്റിന്റെ ആൻസർ പറയുകയാണെ 5x. എന്താ മൈനസ് ചെയ്യേണ്ടത്? ട്വൈസ് ദ നമ്പർ അല്ലെ, 2 ടൈംസ് ആണ് മൈനസ് ചെയ്യേണ്ടത്. അപ്പൊ 2x മൈനസ് ചെയ്യണം. ഇത്രയും ചെയ്താൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ആൻസർ 12 ആണെന്നാ പറയുന്നത്. നമുക്ക് 12 എന്ന് എഴുതി വെക്കാം. ഇനി നമുക്ക് നോക്കാം, ആൻസർ നോക്കാം. 5x മൈനസ് 2x എന്താ ആൻസർ? 5x ന്ന് 2x കുറച്ചാൽ ബാക്കി എത്ര ഉണ്ടാവും? ബാക്കി 3x ഉണ്ടാവും. കൊടുത്തു, ഈക്വൽ 12 എന്ന് എഴുതി വെച്ചു. അപ്പൊ 3x ഉറപ്പിച്ചേ. 3x ഈക്വൽ 12. മറന്നുകൊണ്ടാ, എക്സ് എഴുതാൻ മറന്നു പോകരുതേ. നമ്മൾ എപ്പോഴും പറയുന്നതാണ്. ഇവിടെ നമ്മൾ എന്തെങ്കിലും സാധനമൊക്കെ ആക്കി നമ്മൾ പറയാറില്ലേ, 5 ചക്കാന്നോ 5 മാങ്ങാന്നോ ഒക്കെ എടുത്ത് നമ്മൾ ക്ലാസ് എടുക്കാറില്ലേ മക്കളെ? അതേപോലെ 5x ഇവിടെ ഉണ്ട്, 2x ഇവിടെ ഉണ്ട്. അപ്പൊ അത് മൈനസ് ചെയ്താൽ 3 എന്ന് മാത്രമല്ല 3x എന്ന് എഴുതാൻ മറക്കരുത്. ഓക്കെ, ഇനി നമുക്ക് ആൻസറിലേക്ക് പോവാം. x is equal, ഈ 12 ഇവിടെ ഉണ്ട്, 3 എടുത്ത് അപ്പുറത്തേക്ക് പോരട്ടെ, ഇൻറ്റു 3 മാറി നമുക്കത് ഡിവൈഡഡ് ബൈ 3 ആവും. ആൻസർ 4 എന്ന് വന്നു. എന്താ 4 കിട്ടിയത്? സംഖ്യ നമുക്ക് 4 എന്ന് കിട്ടി. രണ്ടാമത്തെ ചോദ്യമായിരുന്നു സംഖ്യ എഴുതാൻ, ആദ്യത്തെ ചോദ്യം ബീജഗണിത രൂപം എഴുതാനാണ്. അപ്പൊ ഇത് നമ്മുടെ എ ക്വസ്റ്റ്യനും ഇത് നമ്മുടെ ബി ക്വസ്റ്റ്യനുമാണ്. ഇത്രയും മതി എ ക്വസ്റ്റ്യൻ. ഒരു ബീജഗണിത സമവാക്യം ഉണ്ടാക്കാനല്ലേ പറഞ്ഞുള്ളൂ. അത് ഉണ്ടാക്കിയാൽ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. നമ്മൾ അതിന്റെ ഉത്തരവും കണ്ടുപിടിച്ചു. എക്സ് ആരാണ്? 4 ആണ്. ഇനി വെറുതെ ടെസ്റ്റിന് വേണേൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണേ. പരീക്ഷയ്ക്ക് ചെയ്യണമെന്നില്ല, എന്നാൽ നിങ്ങൾ സമയം ബാക്കി ഉണ്ടെങ്കിൽ വെറുതെ ചെയ്ത് ശരിയാണോ നമുക്കൊന്ന് ചെക്ക് ചെയ്തൂടെ. എക്സിന് പകരം നമുക്ക് കിട്ടിയത് 4. ഈ 4ന്റെ 5 മടങ്ങ് എന്ന് പറഞ്ഞാൽ 5 4 20 അല്ലേ? ഓക്കെ, 20. ഇനി അതിന്റെ 2 മടങ്ങ് എന്ന് പറഞ്ഞാൽ 2 4 8. അപ്പൊ 20ൽ നിന്ന് 8 കുറച്ചാ 12. ശരിയാണ്, 20ൽ നിന്ന് 8 കുറച്ചാ 12. സംഭവം സെറ്റാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എക്സാം ഹോളിനെ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് സമയം ഉണ്ടെങ്കിൽ നമുക്ക് വെറുതെ ഒന്ന് മൈൻഡിൽ ഇങ്ങനെ ആലോചിച്ച് നോക്കാം, ചെയ്തതൊക്കെ ശരിയാണോ. വെറുതെ തിരക്ക് കൂട്ടി പുറത്തേക്ക് ഇറങ്ങി ഓടണ്ട. ക്വസ്റ്റ്യൻ ഒക്കെ ഒന്ന് വെറുതെ ഒന്നുകൂടെ നമുക്ക് നോക്കാം. അപ്പൊ നമുക്കൊരു ഐഡിയ കിട്ടും എന്തൊക്കെയാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ നടക്കുന്നത്. റെഡി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അഗൈൻ ഫസ്റ്റ് ചാപ്റ്ററിലെ ചോദ്യമാണ്. റൈറ്റ് 2 pairs ഓഫ് ഈക്വൽ ആംഗിൾസ് ഇൻ ദ ട്രയാംഗിൾസ് ഗിവൺ ബിലോ. ചുവടെ കൊടുത്തിരിക്കുന്ന ത്രികോണങ്ങളിൽ തുല്യമായ 2 ജോഡി കോണുകൾ എഴുതുക. ഈ ത്രികോണങ്ങൾ, ചാപ്റ്ററിന്റെ പേര് തുല്യ ത്രികോണങ്ങൾ. നമുക്ക് ആദ്യം ഈ ട്രയാംഗിൾ ഈക്വൽ ആണോ നോക്കട്ടെ. ഈക്വൽ ആണെങ്കിൽ പരിപാടി സിമ്പിളാ. ഈക്വൽ ആണോ? ഇവിടെ ഒരു 7 എന്ന് പറഞ്ഞ സൈഡ് ഉണ്ട്, ഇവിടെയും ഉണ്ട് 7. ഇവിടെ ഒരു 6 ഉണ്ട്, ദാ ഇവിടെയും 6. ഇവിടെ ഒരു 4, ഇവിടെയും 4. അപ്പൊ 3 സൈഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വലാ. 3 സൈഡ്സ് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വൽ വന്നാൽ നമുക്ക് ഉറപ്പിച്ച് പറയാം ആ ട്രയാംഗിൾ എന്ത് ട്രയാംഗിൾ ആണ്? ഈക്വൽ ട്രയാംഗിൾ ആണ്, തുല്യ ത്രികോണങ്ങൾ. റീസൺ നമുക്കറിയാലോ, സൈഡ് സൈഡ് സൈഡ്. 3 സൈഡുകളാണ് നമുക്ക് ഈക്വൽ വന്നത്. ഒരു ത്രികോണത്തിന്റെ 3 വശങ്ങൾ മറ്റൊരു ത്രികോണത്തിന്റെ 3 വശങ്ങൾക്ക് തുല്യമായാൽ ത്രികോണങ്ങൾ എന്തായിരിക്കും? തുല്യ ത്രികോണങ്ങളായിരിക്കും. ഓക്കെ, ഇഫ് സൈഡ്സ് ഓഫ് അല്ലെങ്കിൽ if 3 sides of a triangle are equal to 3 sides of another triangle, then these triangles will be equal. ഓക്കെ, അങ്ങനെ ട്രയാംഗിൾസ് ഈക്വൽ ആയാൽ അടുത്ത പോയിന്റ് എന്താ? അങ്ങനെ തുല്യമായാൽ തുല്യമായ വശങ്ങൾക്ക് എതിരെ വരുന്ന കോണുകൾ തുല്യമായിരിക്കും. റെഡി, എന്താ എഴുതാൻ പറഞ്ഞ്? തുല്യമായ 2 ജോഡി കോണുകൾ എഴുതി കൊടുക്കാനാ പറഞ്ഞത്. എടാ സിമ്പിൾ ആടാ. ഏതെങ്കിലും ഒരെണ്ണം നമുക്കത് തുടങ്ങാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സൈഡ് എടുക്കുക. ഐഡിയ നോക്കേ, ഇഷ്ടമുള്ള ഒരു സൈഡ് എടുക്കുക. ഞാൻ അതാ ഈ 7 എന്ന് പറഞ്ഞ സൈഡ് എടുത്തു. എന്നിട്ട് അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള കോണിന്റെ പേര് ഏതാ നോക്കുക. അതിന്റെ ഓപ്പോസിറ്റ് ഉള്ളത് കോൺ y ആണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പുറത്തും ഒരു 7 ഇല്ലേ? ഇപ്പുറത്തുള്ള 7ന്റെ ഓപ്പോസിറ്റ് ആരാ നോക്കിക്കേ. ഓപ്പോസിറ്റ് ഉള്ളത് p ആണ്. അപ്പൊ ഒരു കാര്യം മനസ്സിലായി, ഇത് രണ്ടും തുല്യമാണ്. ഒരെണ്ണം കിട്ടിയേ. കോൺ y എന്ന് പറയുന്നത് ഈക്വൽ ആണ് ആർക്ക്? കോൺ p. ഒരെണ്ണം അവിടെ കിട്ടി. ഇനി നിങ്ങൾ വേറെ ഒന്ന് എടുക്കുക. വേറെ ഏതാ? ഞാൻ 4 എന്ന് പറഞ്ഞ സൈഡ് എടുത്തു. 4 എന്ന് പറഞ്ഞ സൈഡിന്റെ ഓപ്പോസിറ്റ് ഉള്ളത് z എന്ന് പറയുന്ന ആംഗിൾ ആണ്. ഇനി ഇപ്പുറത്തുള്ള 4ന്റെ ഓപ്പോസിറ്റ് ഉള്ളത് r എന്ന് പറയുന്ന ആംഗിൾ ആണ്. രണ്ടും ഈക്വൽ ആയിരിക്കും. അത് നമുക്ക് എഴുതി വെക്കാം. കോൺ z ഇസ് ഈക്വൽ കോൺ എത്രയാ? r. ആംഗിൾ r-ന് ഈക്വൽ ആയിരിക്കും. ഇനിയിപ്പോ ഒരെണ്ണൂടെ ബാക്കിയുണ്ട്. 2 എണ്ണേ ചോദിച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ മൂന്നാമത്തെ എഴുതി കൊടുക്കാം. മൂന്നാമത്തത് x ആണ്. അതിന് ഈക്വൽ ഉള്ളത് ആരാ? q ആയിരിക്കും ഈക്വൽ ഉണ്ടാവുക. അപ്പൊ 2 എണ്ണേ ചോദിച്ചിട്ടുള്ളൂ. നമ്മൾ 3 എണ്ണവും മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. റെഡി അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. ഇത് എപ്പോഴും SSS എന്ന് വിചാരിക്കരുതേ.
ചില സമയം രണ്ട് വശങ്ങളും അവ ചേരുന്ന കോണുമായിരിക്കും അല്ലെ. ഇനി അതല്ലെങ്കിലോ ഒരു സൈഡും അതിന്റെ എൻഡിലുള്ള രണ്ട് ആംഗിൾസും ആയിരിക്കും. ഈ കണ്ടീഷൻസ് ഒക്കെ വന്നാലും ട്രയാങ്കിൾ ഈക്വൽ ആണ്. നമ്മൾ പഠിച്ചതാണ്, ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. അപ്പൊ ഏത് കണ്ടീഷനിൽ ട്രയാങ്കിൾ ഈക്വൽ ആയാലും തുല്യമായ വശങ്ങൾക്ക് എതിരെ വരുന്ന കോണുകൾ തുല്യമാണ് എന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. സുഖമായിട്ട് ചെയ്യാം. ഒരു വലിയൊരു ക്വസ്റ്റ്യൻ കൂടെ ഒറ്റയൊന്നും കൂടെ നോക്കാം. ഓക്കെ, എ ബോക്സ് കണ്ടെയ്ൻസ് വൈറ്റ് ബോൾസ്, റെഡ് ബോൾസ് ആൻഡ് ബ്ലൂ ബോൾസ്. ഒരു പെട്ടിയിൽ കുറെ കളറിലുള്ള പന്തുകൾ ഉണ്ട്. നമുക്ക് ഏതൊക്കെ കളറാണെന്ന് ഇവിടെ മാർക്ക് ചെയ്ത് വെക്കാം. ഒരു പെട്ടിയിൽ വൈറ്റ് ബോൾ ഉണ്ട്, റെഡ് ബോൾ ഉണ്ട്, ബ്ലൂ ഉണ്ട്. എത്ര എണ്ണം ഉണ്ട് എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ലേ. വൈറ്റ് ഉണ്ട്, റെഡ് ഉണ്ട്, ബ്ലൂ ഉണ്ട്. ഓക്കെ, ദ നമ്പർ ഓഫ് റെഡ് ബോൾസ് ഈസ് ഡബിൾ ദ നമ്പർ ഓഫ് വൈറ്റ് ബോൾസ്. വൈറ്റിന്റെ ഡബിൾ, വെള്ളപ്പന്തുകളുടെ ഇരട്ടിയാണ് ചുവന്ന പന്ത്. എന്നാലേ ഈ വെളുത്ത പന്തുകൾ ഒരു എക്സ് ആണെന്ന് വിചാരിക്കാം. അപ്പൊ ചുവന്ന പന്തുകൾ എത്ര ഉണ്ടെന്നാ പറഞ്ഞ അതിന്റെ ഇരട്ടി, എക്സിന്റെ ഇരട്ടി എത്രയാ? 2x ഉണ്ടാവും ചുവന്നത്. റെഡി? അങ്ങനെയാണെങ്കിൽ ഇനി നീലയെ പറ്റി എന്തെങ്കിലും ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടോ? നീലനെ പറ്റി എന്താ പറഞ്ഞത്? എവിടെ പോയി നീലനെ പറ്റി ഒന്നും പറഞ്ഞില്ല. എന്തെങ്കിലും പറയേണ്ടതാണല്ലോ സാധാരണ. ബ്ലൂ ബോൾ ഈസ് 3 times the number of white balls. വൈറ്റിന്റെ 3 മടങ്ങാണ് ആര്? ബ്ലൂ. അപ്പൊ വൈറ്റ് നമുക്ക് എക്സ് ആണെങ്കിൽ ബ്ലൂ എന്ന് പറയുന്നത് എത്രയാണ്? 3x ആണ് ഉണ്ടാവുക. 3 മടങ്ങാണ്. അങ്ങനെ നമ്മൾ 3x കൊടുത്തു. ഇനി എന്താ കാണാൻ പറയുന്നത്? ഈ പെട്ടിയിൽ ആകെ 24 പന്തുകളുണ്ട്. ഓരോ നിറത്തിലുള്ള പന്തുകളുടെയും എണ്ണം എത്രയെന്ന് കണ്ടുപിടിക്കണം. മക്കളെ ഒന്നുമില്ല, നിങ്ങളിപ്പോൾ എഴുതി വെച്ചില്ലേ, വൈറ്റ് നിങ്ങൾ എക്സ് എന്ന് കൊടുത്തു. അതിന്റെ 2 മടങ്ങായതുകൊണ്ട് റെഡ് 2x ആയി. 3 മടങ്ങ് 3 times ആയതുകൊണ്ട് ബ്ലൂ 3x ആയി. ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ എത്ര കിട്ടുന്ന പറഞ്ഞ്? 24 കിട്ടുന്നാണ് പറയുന്നത്. നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം. എക്സ് പ്ലസ് 2x പ്ലസ് 3x ചെയ്താൽ 24 കിട്ടണം. എന്നാ കൂട്ടിക്കോ, എക്സും 2x കൂടെ 3x, 3x കൂടെ 6x. അങ്ങനെ ടോട്ടൽ നമുക്ക് 6x വന്നിട്ടുണ്ട്. ഇസ് ഈക്വൽ 24. എക്സ് കണ്ടുപിടിക്കാൻ നമ്മൾ 24 6 into x ആണ്. നമ്മൾ എന്താക്കും? 24 ഡിവൈഡഡ് ബൈ 6 ആക്കി മാറ്റൂ അല്ലേ. അപ്പൊ 24നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4 എന്ന് ആൻസർ കിട്ടൂലേ. 4 6 അല്ലേ 24. അങ്ങനെ നമുക്ക് 4 എന്ന് ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോന്നിന്റെ കളറും പറയാം. വൈറ്റിൻ്റെത് എക്സ് ആണ് അല്ലേ. അപ്പൊ നമുക്ക് ആൻസർ എഴുതി നോക്കാം. വൈറ്റ്, നമ്പർ ഓഫ് വൈറ്റ് ബോൾസ്, നമ്പർ ഓഫ് വൈറ്റ് ബോൾസ്, വെളുത്ത പന്തുകളുടെ എണ്ണം എക്സ് ആണ്. നമ്മളെ എക്സ് എത്രയാ? 4 ആണ്. അതോടുകൂടെ അത് കിട്ടി. ഇനി അടുത്തത് നമ്പർ ഓഫ്, നിങ്ങൾ മുഴുവൻ എഴുതണേ. നമ്പർ ഓഫ് ഏത് ബോൾ അടുത്ത് പറഞ്ഞ്? റെഡ് ബോൾ അല്ലേ. നമ്പർ ഓഫ് റെഡ് ബോൾസ്, റെഡിൻ്റെത് 2x ആണെന്ന് നമുക്കറിയാം. അപ്പൊ അത് 2 into 4 വരും. 8 എണ്ണം കിട്ടും. ഇനി അടുത്തതോ നമ്പർ ഓഫ് ബ്ലൂ ആണ് അടുത്തത്. നമ്പർ ഓഫ് ബ്ലൂ ബോൾസ്, നീല പന്തുകളുടെ എണ്ണം നമുക്കറിയാം 3x ആണ്. അതിൽ 3 into x 4 ആണ്. ആൻസർ 12. റെഡി? എല്ലാ പന്ത് കിട്ടിയില്ലേ? വെളുത്തത് 4 എണ്ണം, ചുവന്നത് 8 എണ്ണം, അതേപോലെ നീല 12 എണ്ണം. ഒന്ന് കൂട്ടി നോക്കിക്കേ. 12ഉം 8ഉം 20, 24 24 റെഡിയാ. എല്ലാം കൂടെ 24 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞ് 24 എണ്ണവും നമ്മുടെ കയ്യിലുണ്ട്. മക്കളെ ഈ ചോദ്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇത് മുൻപ് എക്സാമിന് വന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇതേപോലത്തെ ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്തു പഠിക്കുക. ഇനിയും നമുക്ക് ഇതേപോലത്തെ അടിപൊളി ക്വസ്റ്റ്യൻസ് ആയിട്ട് വീണ്ടും കാണാം. അപ്പൊ അതുവരെ ബൈ.